വിദ്യാഭ്യാസ മനഃശാസ്ത്രം സംബന്ധമായ നമ്മുടെ 18ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ 17 ക്ലാസ്സുകളും നിങ്ങൾ സശ്രദ്ധം ശ്രവിച്ചു എന്ന് നിങ്ങളുടെ കമന്റുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ക്ലാസ്സുകൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. കഴിഞ്ഞ 5-6 ക്ലാസ്സുകളിൽ നമ്മൾ പഠനം സംബന്ധമായ തിയറികളാണ് വിശദീകരിച്ചത്. ആദ്യം നമ്മൾ ബിഹേവിയറിസ്റ്റ് തിയറികളെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മൾ കൊഗ്നിറ്റീവ് തിയറികളെ കുറിച്ച് പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് സോഷ്യൽ തിയറീസ് ഓഫ് ലേണിങ്ങിനെ കുറിച്ചാണ്, അഥവാ പഠനത്തെ സംബന്ധിച്ച സാമൂഹിക സിദ്ധാന്തങ്ങൾ. ഈ സോഷ്യൽ തിയറീസ് ഓഫ് ലേണിംഗ് അഥവാ പഠനവുമായി ബന്ധപ്പെട്ട സാമൂഹിക സിദ്ധാന്തങ്ങൾ പൊതുവെ കുട്ടികളുടെ വ്യവഹാര ശൈലി അഥവാ പെരുമാറ്റം രൂപപ്പെടുത്തുന്നതിൽ അവർക്ക് കിട്ടുന്ന സാമൂഹിക അനുഭവങ്ങൾ നിർവഹിക്കുന്ന പ്രധാന പങ്കിനെയാണ് ഉയർത്തി കാണിക്കുന്നത്. അഥവാ ഒരു കുട്ടിയുടെ സ്വഭാവം നിർണയിക്കുന്നതിൽ, ഒരു കുട്ടിയുടെ പെരുമാറ്റ ശൈലി രൂപപ്പെടുത്തുന്നതിൽ അവന് കിട്ടുന്ന സാമൂഹിക അനുഭവങ്ങൾ നിർവഹിക്കുന്ന പ്രധാന പങ്കിനെ കുറിച്ചാണ് ഈ തിയറികൾ സംസാരിക്കുന്നത്. ഈ സോഷ്യൽ ലേണിംഗ് തിയറീസ് അല്ലെങ്കിൽ സോഷ്യൽ തിയറീസ് ഓഫ് ലേണിംഗിൽ പ്രധാനമായും 2 എണ്ണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ബണ്ടൂരയും വാൾട്ടേഴ്സും ചേർന്ന് രൂപം കൊടുത്ത സാമൂഹിക പഠന സിദ്ധാന്തം. രണ്ടാമത്തത് വൈഗോട്സ്കി ആവിഷ്കരിച്ച സാമൂഹിക വിജ്ഞാന സൃഷ്ടി സിദ്ധാന്തം. ഇത് രണ്ടുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബണ്ടൂരയുടെയും വാൾട്ടേഴ്സിന്റെയും സാമൂഹിക പഠന സിദ്ധാന്തം പരിശോധിക്കാം. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ലേണിംഗ് ത്രൂ ഇമിറ്റേഷൻ ആൻഡ് സിമുലേഷൻ ആണ്, അഥവാ അനുകരണത്തിലൂടെയും സാമൂഹിക രംഗാവിഷ്കാരത്തിലൂടെയുമുള്ള പഠനമാണ് അവർ പറയുന്ന ഒന്നാമത്തെ കാര്യം. നേരത്തെ നമ്മൾ പറയുകയുണ്ടായി അധ്യാപകൻ എങ്ങനെയാണ് ക്ലാസ്സിൽ പാഠഭാഗങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്ന്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പാഠഭാഗം മാത്രമല്ല ഒരു അധ്യാപകൻ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ അധ്യാപകനിൽ നിന്ന് കുട്ടികൾ മനസ്സിലാക്കുന്നത് കേവലം പാഠഭാഗം മാത്രമല്ല. കുട്ടികൾ അധ്യാപകനെ തന്നെ പൂർണ്ണമായി അനുകരിച്ചു പലതും പഠിക്കുന്നു. അധ്യാപകന്റെ ആംഗ്യം, അധ്യാപകന്റെ സംഭാഷണ ശൈലി, ഇതെല്ലാം തന്നെ കുട്ടികൾ അനുകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്ലാസ്സിലെത്തുന്ന കുട്ടികളെല്ലാം തന്നെ നല്ല അനുകരണ വാസനയുള്ളവരാണ് എന്ന് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. മാതാപിതാക്കളെ കുട്ടികൾ അനുകരിച്ചുകൊണ്ട് പല സ്വഭാവങ്ങളും കുട്ടികൾ പഠിച്ചെടുക്കുന്നു. അപ്പോൾ ഈ അനുകരണത്തിലൂടെ പല കാര്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട് എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അനുകരണം എന്നത് പഠിച്ചുണ്ടാക്കുന്ന തരത്തിൽപ്പെട്ട വ്യവഹാരമാണ് എന്നാണ് ബണ്ടൂരയും വാൾട്ടേഴ്സും പറയുന്നത്. ക്ലാസ്സിലാകുമ്പോൾ അധ്യാപകൻ കുട്ടികൾക്ക് അനുകരണ പഠനത്തിനുള്ള ഒരു മാതൃകയായിട്ട് വർത്തിക്കുന്നു. വിദ്യാലയം വിട്ട് കുട്ടി സ്കൂളിൽ നിന്ന് കുട്ടി വീട്ടിലെത്തിച്ചേരുമ്പോൾ അവിടെ മാതാപിതാക്കൾ അനുകരണ പഠനത്തിനുള്ള മാതൃകയായിട്ട് വർത്തിക്കുന്നു. മനുഷ്യരിൽ മാത്രമല്ല ഇങ്ങനെ അനുകരണ പഠനം നടക്കുന്നത്, മറ്റു ജീവികളും ഇങ്ങനെ അനുകരിച്ച് പലതും പഠിക്കാറുണ്ട്. സ്വന്തം അമ്മയെ നോക്കിയിട്ട് പഠിക്കുന്ന സ്വഭാവം ഏതാണ്ട് എല്ലാ ജീവികളിലും കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരു ജീവി മറ്റൊരു ജീവിയുടെ പെരുമാറ്റത്തെ നിരീക്ഷിക്കുകയും എന്നിട്ട് അത് അനുകരിക്കുകയും അങ്ങനെ സ്വന്തം പെരുമാറ്റത്തിൽ താരതമ്യേന യാന്ത്രികവും സ്ഥിരവുമായ ഒരു പരിവർത്തനം വരുത്തുകയും ചെയ്യുന്നതിനെ ബണ്ടൂരയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരുമൊക്കെ നിരീക്ഷണ പഠനം അഥവാ ഒബ്സർവേഷണൽ ലേണിംഗ് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇത് പാഠപുസ്തകം തുറന്നു വെച്ച് പഠിക്കുന്നത് പോലെയുള്ള ഒരു പഠനമല്ല. ഇത് വളരെ ലളിതമാണ്, വളരെ ലഘുവാണ്. പാഠപുസ്തകങ്ങൾ എടുത്ത് നമ്മൾ ബോധപൂർവം പഠിക്കാൻ മുതിരുമ്പോൾ അതിൽ ഒരു തരം സമ്മർദ്ദവും ഒരു നിർബന്ധിത പ്രേരണയും ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. എന്നാൽ ഈ നിരീക്ഷണ പഠനത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് വളരെ വളരെ രസകരമാണ്, വളരെ എളുപ്പമാണ്. മറ്റൊരാളുടെ പ്രവർത്തനം കണ്ടിട്ട് പഠിക്കുക എന്നത്, അത് അനുകരിക്കുക എന്നത്. മറ്റൊരാൾ പറയുന്നു താങ്ക്സ് എന്ന് പറയുമ്പോൾ അയാൾ തിരിച്ച് യു ആർ വെൽക്കം എന്ന് പറയുന്നു. അത് നമ്മൾ കാണുന്നു, നമ്മളത് അനുകരിക്കുന്നു. അവിടെ നമുക്ക് മറ്റുള്ളവരെ അനുകരിക്കുകയാണ് എന്ന് പോലും തോന്നാതെ നമ്മൾ അക്കാര്യം വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിത് ശീലമാക്കുകയാണ്. എന്നാൽ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ, ഒരു പാഠപുസ്തകം എടുത്തിട്ട് ഒരു ചെറിയ കാര്യം പഠിക്കുകയാണെങ്കിൽ പോലും അതൊരു നിർബന്ധിത പഠനമായത് കൊണ്ട് കുട്ടിക്ക് ഒരു ഇഷ്ടക്കേട് തോന്നാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ ഈ അനുകരണ പഠനത്തിൽ അങ്ങനെ ഒരു ഇഷ്ടക്കേടിന്റെ സാധ്യതയില്ല. കുട്ടി വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഒരാൾ ചെയ്യുന്നത് കണ്ട് ആ കാര്യം പഠിച്ച് സ്വന്തം ജീവിതത്തിൽ അതൊരു ശീലമാക്കി തീർക്കുന്നത് നമുക്ക് സ്ഥിരമായിട്ട് കാണാവുന്ന ഒരു കാര്യമാണ്.
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നമുക്ക് നോക്കാം. താഴെ പറയുന്ന മനഃശാസ്ത്രജ്ഞരിൽ നിരീക്ഷണ പഠനത്തിന് ഊന്നൽ നൽകിയതാര്? ഹു എമംഗ് ദ ഫോളോയിങ് സൈക്കോളജിസ്റ്റ്സ് എംഫസൈസ്ഡ് ഒബ്സർവേഷണൽ ലേണിംഗ്? ബ്രൂണർ അല്ല. വൈഗോട്സ്കിയെ കുറിച്ച് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഡാനിയൽ ഗോൾമാനും നമ്മൾ പറഞ്ഞിട്ടില്ല. ആൽബർട്ട് ബന്ദൂറയാണ് ഒബ്സർവേഷൻ ലേണിങ്ങിനെ കുറിച്ച് പറഞ്ഞത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് സി എന്ന ഓപ്ഷനാണ് ശരിയായ ഉത്തരം. ആൽബർട്ട് ബന്ദൂറയാണ് ഒബ്സർവേഷൻ ലേണിങ്ങിന് ഊന്നൽ നൽകിയത്, അഥവാ നിരീക്ഷണ പഠനത്തിന് ഊന്നൽ നൽകിയത് ആൽബർട്ട് ബന്ദൂറയാണ്. അനുകരണത്തിലൂടെ കാര്യങ്ങൾ പഠിക്കുന്നതിനെ ബണ്ടൂര നോ ട്രയൽ ലേണിംഗ് അഥവാ പരീക്ഷണരഹിത പഠനം എന്നുകൂടി വിളിക്കുന്നുണ്ട്. അതിന് കാരണം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കായിക അധ്യാപകൻ കുട്ടികൾക്ക് ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. അഥവാ ബാസ്കറ്റ് ബോൾ എങ്ങനെ എറിയണമെന്ന്, അല്ലെങ്കിൽ ടെന്നീസ് ബോൾ എങ്ങനെ പിടിക്കണം, പേസ് ബോളിംഗ്, ക്രിക്കറ്റിലെ പേസ് ബോളിംഗ്, സ്പിൻ ബോളിംഗ് ഒക്കെ നടത്തുമ്പോൾ ഭുജം എങ്ങനെ ചലിപ്പിക്കണം എന്നൊക്കെ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം വാക്കാൽ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് നൽകുകയൊന്നുമില്ല. അദ്ദേഹം അത് ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. കുട്ടികൾ അദ്ദേഹത്തിന്റെ പ്രകടനം നന്നായി നിരീക്ഷിക്കുന്നു. എങ്ങനെയാണിത് എങ്ങനെ എറിയേണ്ടത്, എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്ന് ആ പ്രവർത്തന രീതി കുട്ടികൾ നന്നായിട്ട് നിരീക്ഷിച്ച് മനസ്സിലാക്കുന്നു. എന്നിട്ട് കുട്ടികൾ അത് ചെയ്തു നോക്കുകയാണ്. ചില കുട്ടികൾ ആദ്യ ശ്രമത്തിൽ തന്നെ ഒന്നാം തരമായിട്ട് അതിനെ അനുകരിച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നാം ശ്രമത്തിൽ തന്നെ ഒന്നാം തരമായിട്ട് പ്രകടനം നടത്താൻ സാധിക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ഈ അനുകരണാത്മക പ്രകടനത്തെ പരീക്ഷണരഹിത പഠനം, നോ ട്രയൽ ലേണിംഗ് എന്ന് വിളിക്കുന്നത്. പിന്നീട് ബണ്ടൂരയും വാൾട്ടേഴ്സും പറയുന്നത് സാമൂഹിക പഠനത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ കുറിച്ചാണ്. അഥവാ നിരീക്ഷണത്തിലൂടെ ഒരു സ്വഭാവം, ഒരു ശീലം കുട്ടി പഠിച്ച് അത് സ്വന്തം ജീവിതത്തിൽ ശീലമാക്കണമെങ്കിൽ, അത് പ്രകടിപ്പിക്കണമെങ്കിൽ കുട്ടിക്ക് പ്രോത്സാഹനം ആവശ്യമാണ്, പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ് ആവശ്യമാണ്. 3 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റ് ഉണ്ട്. പ്രത്യക്ഷ പ്രബലനം അഥവാ ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്. 2 ആദേശിത പ്രബലനം അഥവാ വികേരിയസ് റീഇൻഫോഴ്സ്മെന്റ്. 3 സ്വയം നൽകുന്ന പ്രബലനം, സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെന്റ്. അങ്ങനെ 3 തരം പ്രബലനങ്ങളുണ്ട്. അഥവാ അതൊക്കെ എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തത് പ്രത്യക്ഷ പ്രബലനം. അതായത് ഒരാൾ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ അത് കണ്ടു നിൽക്കുന്നവർ അതിനെക്കുറിച്ച് നല്ലത് പറയുന്നു, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു, അതിനെ പിന്തുണക്കുന്നു. ഇതിനെയാണ് പ്രത്യക്ഷ പ്രബലനം എന്ന് പറയുക. നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ കാണാം, നമ്മുടെ പെരുമാറ്റങ്ങളിൽ ഏറിയ കൂറും നമ്മൾ ആർജിക്കുന്നത് ഈ പ്രബലനം വഴിയാണ്. അങ്ങനെ ആളുകൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, മറ്റുള്ളവർ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെങ്കിൽ, അതിന് പ്രബലനം ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ അത് ആവർത്തിച്ച് ചെയ്യും. അപ്പോൾ അനുയോജ്യമായ പ്രബലനം ഉണ്ടായാൽ അനുകരണ വ്യവഹാരം പൂർവാധികം ആവർത്തിക്കപ്പെടും എന്നാണ് ബണ്ടൂരയും വാൾട്ടേഴ്സും പറയുന്നത്. അപ്പോൾ ബണ്ടൂരയുടെയും വാൾട്ടേഴ്സിന്റെയും അഭിപ്രായത്തിൽ സാമൂഹിക പഠനത്തിലെ ഏറ്റവും അടിസ്ഥാനപരവും പ്രസക്തവുമായ സിദ്ധാന്തമാണ് പ്രബലന സിദ്ധാന്തം. രണ്ടാമത്തത് ആദേശിത പ്രബലനം. നേരത്തെ പ്രത്യക്ഷ പ്രബലനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, അതൊരു നല്ല കാര്യമായതുകൊണ്ട് ജനങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുന്നു, എന്നെ പുകഴ്ത്തുന്നു. അപ്പോൾ ഞാൻ ചെയ്ത ആ കാര്യം വീണ്ടും വീണ്ടും അവസരം കിട്ടുമ്പോൾ ചെയ്യാനുള്ള താല്പര്യമുണ്ടാകുന്നു. അതാണ് പ്രത്യക്ഷ പ്രബലനം. എന്നാൽ ആദേശിത പ്രബലനം എന്ന് പറഞ്ഞാൽ ഞാനല്ല അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്, മറ്റൊരാൾ ചെയ്യുന്നത് ഞാൻ കാണുകയാണ്. മറ്റൊരാൾ ഒരു നല്ല കാര്യം ചെയ്യുന്നു, അത് കാരണം അദ്ദേഹത്തെ ജനങ്ങൾ പ്രശംസിക്കുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നു. ഇത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ആ ചെയ്ത നല്ല കാര്യം ചെയ്യാൻ എനിക്കും കൂടി ഒരു താല്പര്യമുണ്ടായിത്തീരുന്നു. ഇവിടെ പ്രബലിതനാകുന്ന മാതൃകാ വ്യക്തിയെ നിരീക്ഷിക്കുന്ന ആൾ ആ മാതൃകാ വ്യക്തിയോടൊപ്പം ആ പ്രബലനം അനുഭവിക്കുകയും അങ്ങനെ സ്വയം പരിവർത്തനത്തിന് വിധേയമാവുകയും ചെയ്യുകയാണ്. അഥവാ ഞാൻ ഒരാളെ നോക്കുന്നു, അയാളെ ജനങ്ങൾ പുകഴ്ത്തുകയും പ്രശംസിക്കുകയും ഒക്കെ ചെയ്യുന്നു, അയാൾ ആ പ്രവർത്തനം ചെയ്ത കാരണത്താൽ. അപ്പോൾ എനിക്കും തോന്നുന്നു അതുപോലെ ഒന്ന് പ്രവർത്തിക്കണം എന്ന്.
ഇതിനെയാണ് ആദേശിത പ്രബലനം എന്ന് പറയുന്നത്. പലപ്പോഴും കുട്ടികളൊക്കെ അല്ലെങ്കിൽ മുതിർന്നവർ പോലും സിനിമാ താരങ്ങളെ അനുകരിക്കുന്നത് അങ്ങനെയാണ്. ഒരു സിനിമയിൽ ഒരു നായകൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സ്വീകാര്യത നേടുന്നു, ജനങ്ങൾ അത് പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ അദ്ദേഹം അതിൽ കാണുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കും അതുപോലെ ഒന്ന് ചെയ്യാനുള്ള താല്പര്യമുണ്ടാകുന്നു. അതിനെയാണ് ആദേശിത പ്രബലനം എന്ന് പറയുന്നത്. അതായത് മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ മാതൃകക്കുണ്ടാകുന്ന പ്രബലനം. മാതൃക എന്ന് പറഞ്ഞാൽ നമ്മൾ നിരീക്ഷിക്കുന്ന ആരെയാണോ അയാളെയാണ് മാതൃക എന്ന് പറയുന്നത്. ആ മാതൃകക്കുണ്ടാകുന്ന പ്രബലനം നിരീക്ഷകനിലേക്ക് ആദേശം ചെയ്യപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിനെയാണ് ആദേശിത പ്രബലനം എന്ന് പറയുന്നത്. ഒരു കേട്ടൻ കാറ്റഗറി 3 പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നമുക്ക് നോക്കാം. ആഫ്റ്റർ വാച്ചിങ് ദ ഫിലിം ടാർസൻ, രാജു ക്ലൈംബഡ് എ ട്രീ, sung from the branches and felt himself a hero. The satisfaction Raju had is due to. ടാർസൻ എന്ന സിനിമ കണ്ടതിന് ശേഷം രാജു ഒരു മരത്തിൽ കയറി അതിന്റെ കൊമ്പുകളിൽ ഇങ്ങനെ ആടിക്കളിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ചാടിക്കളിച്ചു. അവൻ താൻ ഒരു ഹീറോയായിട്ട് സ്വയം തോന്നി. രാജുവിന് ഇങ്ങനെ സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സംതൃപ്തി ഉണ്ടാവാൻ കാരണം എന്താണ്? ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്, വിഗേരിയസ് റീഇൻഫോഴ്സ്മെന്റ്, സെൽഫ് റീഇൻഫോഴ്സ്മെന്റ്, നാച്ചുറൽ റീഇൻഫോഴ്സ്മെന്റ്. ഇപ്പോൾ ഇതിൽ 3 നമ്മൾ ഇപ്പോൾ വിശദീകരിച്ചു കഴിഞ്ഞു. 3 തരം പ്രബലനങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ. ആ പ്രബലനങ്ങളുടെ ഇംഗ്ലീഷ് പേരുകളാണ് ഇപ്പോൾ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്, വിഗേരിയസ് റീഇൻഫോഴ്സ്മെന്റ്, സെൽഫ് അഡ്മിനിസ്ട്രേറ്റഡ് റീഇൻഫോഴ്സ്മെന്റ്. അത് 3 നമ്മൾ പഠിച്ചു. അപ്പോൾ അതിന്റെ മലയാളം പഠിക്കുന്നതോടൊപ്പം തന്നെ അതിന്റെ ഇംഗ്ലീഷ് കൂടി നമ്മൾ പഠിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ കാറ്റഗറി 3 നമുക്ക് അത് ഉത്തരം എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇനി കാറ്റഗറി 4 ചിലപ്പോൾ മലയാളത്തിലുള്ള വാക്കുകൾ ചിലപ്പോൾ നമ്മൾ പഠിച്ച വാക്കുകൾക്ക് പകരം അല്പസ്വല്പം വ്യത്യാസങ്ങളോട് കൂടിയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടും നമ്മൾ ഇംഗ്ലീഷ് പദങ്ങൾ പഠിച്ചു വെക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇവിടെ ഇതിലേതാണ് എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. രാജുവിനെ നോക്കിയിട്ട് ആരെങ്കിലും പ്രശംസിച്ചത് കൊണ്ടല്ല, രാജുവിന് നേരിട്ട് ലഭിച്ച ഒരു പ്രബലനം മൂലമല്ല രാജുവിന് ഇവിടെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായത്. അതുകൊണ്ട് ഡയറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ് അല്ല ഇവിടെ. രണ്ടാമതായിട്ട് ടാർസന്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ട് ടാർസന് ലഭിച്ച കയ്യടികൾ, ടാർസന് ലഭിച്ച പ്രബലനങ്ങൾ, അതുകൊണ്ട് ആവേശം മൂത്താണ് ഇവൻ ടാർസനെ പോലെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ നമ്മൾ പഠിച്ച ആദേശിത പ്രബലനമാണ് ഇത്. അതായത് ഇവിടെ പ്രബലിതനാകുന്ന മാതൃകാ വ്യക്തിയെ അഥവാ ടാർസനെ നിരീക്ഷിക്കുന്ന ആൾ ആ മാതൃകാ വ്യക്തിയോടൊപ്പം ആ പ്രബലനം അനുഭവിക്കുകയും അങ്ങനെ സ്വയം പരിവർത്തനത്തിന് വിധേയമാവുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ ബി ആണ് ശരിയായ ഉത്തരം. വികാരിയസ് റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം ബി എന്ന ഓപ്ഷനാണ്, വികാരിയസ് റീഇൻഫോഴ്സ്മെന്റ്. മൂന്നാമത്തേതാണ് സ്വയം നൽകുന്ന പ്രബലനം. മറ്റാരുടെയെങ്കിലും പ്രശംസ ആഗ്രഹിച്ചുകൊണ്ടല്ല, അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ആരോ പ്രശംസിക്കുന്നത് കണ്ടുകൊണ്ടുമല്ല, സ്വന്തം ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒരു പ്രബലനം, റീഇൻഫോഴ്സ്മെന്റ്. അതാണ് സ്വയം നൽകുന്ന പ്രബലനം. അതായത് ഒരു കുട്ടി സ്വയം തന്നെ പറയുക, ഞാൻ സച്ചിനെ പോലെ കളിക്കും എന്ന് പറയുകയും അതിനായിട്ട് ശ്രമിക്കുകയും ചെയ്യുകയാണ് ഒരു ബാലൻ. അതിനാണ് സ്വയം നൽകുന്ന പ്രബലനം എന്ന് പറയുന്നത്. ഇങ്ങനെ 3 തരത്തിലുള്ള റീഇൻഫോഴ്സ്മെന്റുകൾ ഉണ്ട്. ഇത് ഉണ്ടാകുമ്പോഴാണ് ഒരു കുട്ടിക്ക് അനുകരണത്തിലൂടെ പഠിക്കുന്ന കാര്യങ്ങൾ ആവർത്തിക്കുവാനും അത് ശീലമാക്കുവാനും ഒക്കെയുള്ള താല്പര്യമുണ്ടാവുക. പിന്നീട് ബണ്ടൂര സൂചിപ്പിക്കുന്ന കാര്യം നിരീക്ഷണ പഠനത്തിലെ 4 ഘട്ടങ്ങളെ സംബന്ധിച്ചാണ്. നിരീക്ഷണ പഠനം എങ്ങനെ ഉണ്ടാവുന്നു? അതിന് 4 ഘട്ടങ്ങളുണ്ട്. 1 ശ്രദ്ധ, 2 സ്മരണയിൽ നിലനിർത്തൽ, 3 പ്രകടനം, 4 പ്രബലനം. അതായത് ഒരാൾ മറ്റൊരാളെ അനുകരിച്ച് പഠിക്കുമ്പോൾ ആദ്യം അയാൾ എന്ത് ചെയ്യുന്നു എന്ന് നിരീക്ഷിക്കുകയാണ് അഥവാ ശ്രദ്ധിക്കുകയാണ്. രണ്ടാമതായിട്ട് അയാൾ ചെയ്തത് എന്താണോ അത് തൻ്റെ സ്മരണയിൽ നിലനിർത്തുന്നു. ശേഷം അത് പരിശീലിക്കുന്നു, പ്രകടനം നടത്തുന്നു, അത് അതുപോലെ ചെയ്തു നോക്കുന്നു. അതാണ് 3ാമത്തെ ഘട്ടം. 4ാമത്തെ ഘട്ടം അത് കണ്ടിട്ട് മറ്റുള്ളവർ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു അഥവാ അതിന് പ്രബലനം കിട്ടുന്നുണ്ടോ ഇല്ലേ, അതാണ് 4ാമത്തെ ഘട്ടം.
അപ്പോൾ ഒരു കുട്ടി ഒരാൾ ചെയ്യുന്ന കാര്യം നന്നായി ശ്രദ്ധിക്കുന്നു, അയാൾ ആ ചെയ്ത കാര്യം കുട്ടി മനസ്സിൽ ഓർത്തു വെക്കുന്നു അഥവാ സ്മരണയിൽ നിലനിർത്തുന്നു. എന്നിട്ട് അയാൾ ചെയ്തതുപോലെ ആ കുട്ടി ചെയ്തു നോക്കുന്നു. ഇത് ആ കുട്ടി ചെയ്യുന്ന 3 കാര്യങ്ങളാണ്. ശേഷം അതിന് ലഭിക്കുന്ന പ്രബലനം. ഈ 4 ഘട്ടങ്ങൾ നിരീക്ഷണ പഠനത്തിലെ പരസ്പര ബന്ധിതങ്ങളായ 4 ഘട്ടങ്ങളാണ് എന്നാണ് ബെണ്ടൂരെ പറയുന്നത്. ഇനി അദ്ദേഹം അവതരിപ്പിക്കുന്നത് നിരീക്ഷണ പഠനത്തിന് വേണ്ട സാഹചര്യങ്ങളെ കുറിച്ചുള്ള നിഗമനങ്ങളാണ്. ഒന്നാമതായിട്ട്, സ്നേഹം നിറഞ്ഞവരും പ്രോത്സാഹകരുമായ മുതിർന്ന മാതൃകാ വ്യക്തികൾ വേണ്ടത്ര പ്രോത്സാഹനം നൽകാത്ത മാതൃകകളെക്കാൾ കൂടുതൽ അനുകരിക്കപ്പെടും. സ്നേഹം നിറഞ്ഞവരും പ്രോത്സാഹകരുമായ മുതിർന്ന മാതൃകാ വ്യക്തികൾ വേണ്ടത്ര പ്രോത്സാഹനം നൽകാത്ത മാതൃകകളെക്കാൾ കൂടുതൽ അനുകരിക്കപ്പെടും. പുരുഷ മാതൃകകൾ സ്ത്രീ മാതൃകകളെക്കാൾ അനുകരണ വിധേയമാകുന്നു. അഥവാ പുരുഷന്മാരെയാണ് മറ്റുള്ളവർ കൂടുതലായി അനുകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുക. അപ്പൊ പുരുഷ മാതൃകകൾ സ്ത്രീ മാതൃകകളെക്കാൾ അനുകരണ വിധേയമാകുന്നു. ഉയർന്ന നിലയിലുള്ള മാതൃകകൾക്ക് താഴെ തട്ടിലുള്ള മാതൃകകളെക്കാൾ ഉയർന്ന നിലവാരത്തിൽ നിരീക്ഷണ പഠനത്തിന് പ്രേരണ നൽകാൻ സാധിക്കും. അഥവാ വലിയ ഫിലിം സ്റ്റാറുകൾ, അതുപോലെ പ്രധാനമന്ത്രി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഉയർന്ന നിലയിലുള്ള ആളുകൾ, അവരാണ് ഉയർന്ന നിലയിലുള്ള മാതൃകകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ താഴേക്കിടയിലുള്ള മാതൃകകളെക്കാൾ ഉയർന്ന നിലവാരത്തിൽ നിരീക്ഷണ പഠനത്തിന് പ്രേരണ നൽകാൻ സാധിക്കും. അവരെ കണ്ടിട്ടാണ് ആ ഉയർന്ന നിലവാരത്തിലുള്ള ആളുകൾ അനുകരിക്കുന്നത് പോലെ താഴേക്കിടയിലുള്ള ആളുകൾ അനുകരിക്കുകയില്ല. നാലാമതായിട്ട്, സഹചാരികൾക്കും സ്ഥാപനങ്ങൾക്കും സംഘടനകൾക്കും അനുകരണത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്താനാവും. അഞ്ചാമതായിട്ട്, ബിംബരൂപത്തിലോ ഭാഷാരൂപത്തിലോ മാതൃകാ വ്യവഹാരവുമായിട്ടുണ്ടാകുന്ന പരിചയം സജീവ സന്ദർഭങ്ങൾ വഴി ലഭിക്കുന്നതിന് തുല്യമായ ക്ഷമതയോടെ അനുകരണ പഠനത്തിന് സഹായകമാവും. ചുരുക്കത്തിൽ അപ്പൊ ഇതൊക്കെ അദ്ദേഹം അനുകരണ പഠനവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിഗമനങ്ങളാണ്. ചുരുക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ മാതൃകാ അനുകരണം അഥവാ അനുകരണത്തിലൂടെയുള്ള പഠനം വിദ്യാർത്ഥികളുടെ സമ്പൂർണ്ണ വ്യവഹാരം വാർത്തെടുക്കുന്നതിനുള്ള കാര്യക്ഷമമായ ഒരു മാർഗമാണ്. പക്ഷേ അതിൻ്റെയും ചില അപകടകരമായ വശങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. ഇപ്പോൾ പല സിനിമകളും കണ്ട്, അതുപോലെ പല പരസ്യങ്ങളും കണ്ട് കുട്ടികൾ തെറ്റായതും അതുപോലെ ഭാവനാ അധിഷ്ഠിതവുമായ പലതും കുട്ടികൾ അനുകരിക്കും. സിനിമയിലൊക്കെ കാണുന്ന പലതും കുട്ടികൾ, നമുക്കറിയാം, വസ്ത്രധാരണത്തിൽ, വേഷഭൂഷയിൽ, പെരുമാറ്റത്തിൽ ഒക്കെ ഇങ്ങനെ പലതും കണ്ട് സിനിമ കണ്ടിട്ടും അതുപോലെ പരസ്യങ്ങൾ കണ്ടിട്ടും ഒക്കെ പല തെറ്റായതും കുട്ടികൾ അനുകരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു അപകടകരമായ വശം കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അനുകരിക്കാൻ പറ്റിയ ഉദാത്ത മാതൃകകൾ തിരഞ്ഞെടുക്കാൻ വിദ്യാർത്ഥികളെ സഹായിക്കലാവണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ധർമ്മം എന്നാണ് അവർ പറയുന്നത്. നിരീക്ഷണ പഠനം വ്യക്തിത്വ വികസനത്തിൽ സുപ്രധാനമായ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. നിരീക്ഷണത്തിലൂടെ നിരവധി പുതിയ തെറ്റായ പ്രതികരണങ്ങൾ കുട്ടികൾ പഠിക്കുകയും പ്രകടിപ്പിക്കുകയും ചെയ്യാറുണ്ട്. ആക്രമണവാസന, ലൈംഗികോത്തേജന വ്യവഹാരങ്ങൾ, ആശ്രിതത്വം, അങ്ങനെ തുടങ്ങിയിട്ടുള്ളവ പലതും ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. സാമൂഹിക പഠന സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമായ തന്ത്രങ്ങൾ ഇത്തരം തെറ്റായ വ്യവഹാരങ്ങൾ തിരുത്തുന്നതിന് വളരെ സഹായകമാണ്. ഉദാഹരണമായിട്ട് ഒരു അയഥാർത്ഥ ഭയം മൂലമുണ്ടാകുന്ന പലതരം പ്രതികരണങ്ങളെയും ഇല്ലാതാക്കാൻ പറ്റിയ നിരവധി നൂതന മാർഗങ്ങൾ ബെണ്ടൂരയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്നിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഈ വിഷയമായിട്ട് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. വൈകാരികവും വ്യാവഹാരികവുമായ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ആശാവഹമായ ഫലങ്ങളാണ് അവർക്ക് അതുവഴി കണ്ടെത്താൻ സാധിച്ചത്.